ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ ഗിരീഷ്, ദുബായ്. എൻ്റെ കഴിഞ്ഞകാല പഠന പരമ്പരകളിൽ എന്നോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, കൂടാതെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ലളിതമായ വ്യാഖ്യാനത്തിന് ശേഷം സമാഗമന കൂടാരം എന്ന പഠന പരമ്പരയും, അതേ തുടർന്ന് മഹാനായ പൗലോസ് ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ എന്ന പഠനവും നാം അതിനുശേഷം പുതിയൊരു പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യുഗങ്ങളിലൂടെ ക്രിസ്തു. ആദം മുതലുള്ള പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം നേരിട്ട് അരുളപ്പാടുകൾ കൊടുത്തിരുന്നു. ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവർ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നു. ഇങ്ങനെ വാമൊഴിയായും വരമൊഴിയായും ലഭിച്ച വിവരങ്ങൾ അവ ശേഖരിച്ച് മോശെ ആദ്യമായി എഴുതി തയ്യാറാക്കിയത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. പിന്നീട് സീനായ് പർവ്വതത്തിൽ വെച്ചും മരുഭൂ പ്രയാണവേളയിലും ദൈവം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും രേഖമാക്കിയവയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഇത് ഏകദേശം BC 1600 ആയിരുന്നു എന്ന് കണക്കാക്കുന്നു. തുടർന്ന് BC 1600 400 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 30 എഴുത്തുകാരാൽ തയ്യാറാക്കപ്പെട്ട പഴയ നിയമവും AD 40 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 8 എഴുത്തുകാരാൽ തയ്യാറാക്കപ്പെട്ട പുതിയ നിയമവും, ഇവ ഉൾക്കൊള്ളുന്ന 66 പുസ്തകങ്ങൾ ചേർന്നതാണ് സത്യവേദ പുസ്തകം. എഴുത്തുകാരിൽ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൈദ്യന്മാർ, മുക്കോന്മാർ, പണ്ഡിതന്മാർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഉൾപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ പരിതസ്ഥിതിയിലും അതുപോലെ വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലങ്ങളിലും ഇരുന്ന് എഴുതിയ ഈ 66 ഗ്രന്ഥങ്ങൾക്കും അത്യത്ഭുതകരമായ ആശയപ്പൊരുത്തമാണ് നാം ഇതിൽ കാണുന്നത്. പാപിയായി തീർന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗം അത് യേശുക്രിസ്തുവിൻ്റെ, അതെ, സാക്ഷാൽ മശിഹായുടെ പ്രായശ്ചിത്ത മരണത്തിലൂടെ എന്നതാണ് ഈ പഴയ പുതിയ നിയമങ്ങളുടെ പൊതുവായ സന്ദേശം. ഈ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ദൈവിക വെളിപ്പാട് തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. മനുഷ്യന് സ്വന്തം നിലയിൽ അറിയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ അവന് പകർന്നു കൊടുക്കുന്ന കർമ്മമാണ് വെളിപ്പാട്. പ്രധാനമായും 2 നിലയിലുള്ള വെളിപ്പാടുകളെക്കുറിച്ച് എബ്രായർ 1:1 ആമോസ് 3:7 പ്രസ്താവിക്കുന്നുണ്ട്. പ്രകൃതിയിലെ വെളിപ്പാടാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രകൃത്യാതീത വെളിപ്പാടുമാണ്. എബ്രായർ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നോക്കൂ, 2 സത്യങ്ങളെ ഈ വാക്യത്തിൽ അനാവരണം ചെയ്യുന്നു. ഒന്നാമതായി ഒരു ദൈവം ഉണ്ട് എന്ന സത്യവും, രണ്ടാമതായി ആ ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന സത്യവുമാണത്. പുരാതന കാലങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടിയാണ് ദൈവം തൻ്റെ സന്ദേശം മനുഷ്യർക്ക് നൽകി വന്നിരുന്നത്. അവ ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ദർശനം, സ്വപ്നം, അടയാളങ്ങൾ, നേരിട്ടുള്ള സംസാരം എന്നിങ്ങനെ വിവിധ തരത്തിൽ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാവുന്നത്. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചന അധികാരത്തോടുകൂടെ മനുഷ്യരോട് സംസാരിക്കുന്ന ആളത്രേ. ഇങ്ങനെ പണ്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തതിൻ്റെ രേഖയാണ് പഴയ നിയമം. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതാണ് പുതിയ നിയമം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.